ഹായ്, ഞാൻ ഫാത്തിമ ഹനാന, ഫിസിയോതെറാപ്പി ഇൻചാർജ് ഇൻ റിവർഷോർ ഹോസ്പിറ്റൽ. സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം നമ്മളുടെ തലച്ചോറിലെ രക്തക്കുഴലിൽ കണ്ടുവരുന്ന ബ്ലോക്ക് കൊണ്ട് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലുണ്ടാവാം. രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാവുന്നതിന് നമ്മൾ ഇഷ്കീമിക് സ്ട്രോക്ക് എന്നും രക്തക്കുഴലിൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ടാവുന്നതിന് നമ്മൾ ഹെമറേജിക് സ്ട്രോക്ക് എന്നുമാണ് പറയുന്നത്. 80% ഓഫ് കേസസിലും പേഷ്യൻസിന് ഉണ്ടാവുന്നത് ഇഷ്കീമിക് സ്ട്രോക്കാണ്. അതുമൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസ് പേഷ്യൻസിന് ഉണ്ടാവും. ഓൾമോസ്റ്റ് രണ്ട് കണ്ടീഷൻസിലും വരുന്ന സിംറ്റംസ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഈ സിംറ്റംസിനെ മാക്സിമം മാനേജ് ചെയ്തിട്ട് മുമ്പോട്ട് എങ്ങനെ അവരുടെ ലൈഫ് കൂടുതൽ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് ചെയ്യാനുള്ളത്. ഇതിൽ ഫസ്റ്റ് നമ്മളൊരു പേഷ്യൻറ്റിൽ എന്തെങ്കിലും ബാലൻസ് ഇഷ്യൂവോ അല്ലെങ്കിൽ വിഷനിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറയുകയോ അല്ലെങ്കിൽ അവർക്ക് സ്പീച്ചിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ തളർച്ച ഉണ്ടാവുകയോ ഫേസിൽ ഒരു സൈഡിലോട്ട് ഡീവിയേഷൻ ഉണ്ടാവുകയോ ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ പേഷ്യൻസ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കാണിക്കുകയാണെങ്കിൽ അവരെ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിലോട്ട് എത്തിക്കേണ്ടതാണ്. കാരണം അവരുടെ ട്രീറ്റ്മെൻറ്റ് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ അവരുടെ സിംറ്റംസ് ഫർദർ മോശം രീതിയിലേക്ക് എത്താതെ നമുക്ക് മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് നിർത്താൻ പറ്റും. ഇത്തരം ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഒരുപാട് ഇഞ്ചെക്ഷൻസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നതിലൂടെ തന്നെ അവർക്ക് രക്തക്കുഴലിൽ ഉണ്ടായിട്ടുള്ള ബ്ലോക്കിനെയൊക്കെ മാക്സിമം നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. നമ്മളുടെ തലച്ചോറിലുള്ള നാഡീകോശങ്ങൾ നശിച്ചു പോയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് പഴയ രീതിയിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെങ്കിൽ അതേ നാഡീകോശങ്ങളുടെ ഫങ്ഷൻസ് നമ്മളുടെ തലച്ചോറിലുള്ള മറ്റ് ഭാഗങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അതിലൂടെയാണ് ആ പേഷ്യൻ്റ് പിന്നെ മുമ്പോട്ട് ലൈഫിൽ പോകുന്നത്. അതിനെയാണ് നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഒരു ട്രീറ്റ്മെൻറ്റ് വൈസായിട്ട് ഫിസിയോതെറാപ്പിയിലും നമ്മൾ ആ രീതിയിൽ വേറൊരു രീതിയിലായിട്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്നത്. ഒരു പേഷ്യൻറ്റിൽ നമുക്കൊരു സ്ട്രോക്ക് പേഷ്യൻസിനെ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഒരു ഡീറ്റെയിൽഡ് അസസ്മെൻറ്റ് ചെയ്യുന്നതാണ്. അവരുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, അവരുടെ സ്ട്രെങ്ത്, അവരുടെ പവർ, അവരുടെ കോർഡിനേഷൻ, ബാലൻസ് എന്നീ എല്ലാ കാര്യങ്ങളും നമ്മൾ അസസ് ചെയ്യുന്നതാണ്. എന്നിട്ട് മാത്രമാണ് ഒരു പേഷ്യൻറ്റിന് അവരുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അവർക്ക് ഏത് കാര്യത്തിലാണോ ബുദ്ധിമുട്ടുള്ളത് അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ടാക്കുന്നത്. മെയിനായിട്ടും എല്ലാ സ്ട്രോക്ക് പേഷ്യൻസിലും അവർക്ക് സ്ട്രെങ്ത് ഇഷ്യൂ ഉണ്ടാവും, മസിൽ പ്രോബ്ലംസ്, മസിൽ വീക്ക്നെസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസ് പ്രൊവൈഡ് ചെയ്യും. അത് പല രീതിയിലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയൊരു സ്ട്രെങ്തനിങ് എക്സസൈസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെ ഒരു വൈഡർ റേഞ്ചിലോട്ട് എത്തിക്കാൻ നമുക്ക് പറ്റും. ആ സ്ട്രെങ്തനിങ് എക്സസൈസ് മാക്സിമം ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെയാണ് ഒരു പേഷ്യൻറ്റിനെ നമുക്ക് മാക്സിമലി ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പറ്റുന്നത്. അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അവരെ എത്തിക്കാൻ പറ്റുന്നത്. സ്ട്രോക്ക് പേഷ്യൻസിൽ പിന്നീട് മെയിനായിട്ട് കാണപ്പെടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാലൻസ് ഇഷ്യൂ ആണ്. അവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും മെയിനായിട്ട് പ്രോബ്ലം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റ് ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗേറ്റ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നടക്കാനുള്ളൊരു പ്രോബ്ലം ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമില്ല, അവരെ സ്റ്റെയർ ക്ലൈംബിംഗ്, സിറ്റ് ടു സ്റ്റാൻഡ്, ബാക്കി എല്ലാ ലൈഫ് ആക്ടിവിറ്റീസിലും അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ അതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ സ്ലർഡ് സ്പീച്ചുള്ള പേഷ്യൻസ് ഉണ്ടാവും. ഒരുപാട് പേഷ്യൻസിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത്തരം ആളുകൾക്ക് സ്പീച്ച് തെറാപ്പിയാണ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഫേഷ്യൽ ഡീവിയേഷൻ ഉള്ള പേഷ്യൻസ് ഉണ്ടാവും. അത്തരം ആളുകൾക്ക് നമ്മൾ ഫേഷ്യൽ മസിൽസ് സ്റ്റിമുലേഷൻ, അതായത് സ്ട്രെങ്തനിങ്, ഫേഷ്യൽ മസിൽസ് സ്ട്രെങ്തനിങ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മളൊരു പേഷ്യൻറ്റിനെ മുമ്പോട്ട് ലൈഫിലോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തരം സ്ട്രോക്ക് പേഷ്യൻസിൽ കണ്ടുവരുന്ന വേറൊരു ബുദ്ധിമുട്ട് അവരുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം കുറഞ്ഞിട്ടുണ്ടാവും. ആ കോൺഫിഡൻസ് ലെവൽ കുറയുന്നതിലൂടെ തന്നെ അവരൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് വരെ എത്തുന്ന രീതി ഉണ്ടാവാറുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു ഫിസിയോ മാക്സിമം അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടെ കൊടുക്കുന്നതാണ്. ഈ സൈക്കോളജിക്കൽ സപ്പോർട്ടും കൂടെ കൊടുത്തിട്ട് അവരുടെ എക്സസൈസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലാണ് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്കുണ്ടാവുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ പേഷ്യൻറ്റിനെ കംപ്ലീറ്റ്ലി അവരുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈഫിലോട്ട് അവരെ നല്ലൊരു രീതിയിലോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ഫിസിയോ അവർക്ക് ചെയ്യുന്നതാണ്. സ്ട്രോക്ക് എന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ മരുന്നിനോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി ഒരു ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഇന്ന് അവൈലബിൾ ആണ്. അതെല്ലാം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഒരു പേഷ്യൻറ്റിനെ മാക്സിമലി അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ചെയ്യുന്നത്. താങ്ക് യു.